അനുമോളെ, നീ നേരത്തെ കോളേജിൽ നിന്ന് പോന്നോ? ആ. സച്ചേട്ടനാണോ നിന്നെ കൊണ്ടുവന്നേ? എന്താടി, എന്ത് പറ്റി? നിങ്ങൾ വീണ്ടും ഉടക്കിയോ? ജീവേട്ടൻ എന്നെ സംസാരിക്കാൻ വിളിച്ചു. ജീവേട്ടനുമായുള്ള സംസാരത്തിലാണ് അയാൾ എന്നെ എത്രയേറെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയേ. അങ്ങോട്ട് തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കാതെ ഒരാൾക്ക് എങ്ങനെ ഒരാളെ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയും? ഞാൻ എന്തൊരു പൊട്ടിയ, അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ഈ ഞാൻ. മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരാളെ ഈ ഞാൻ സ്നേഹിക്കുന്നില്ലേ? എടി, സച്ചേട്ടൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഉറപ്പിച്ചാൽ പിന്നെ മുന്നും പിന്നും നോക്കാത്തയാളാ. ആ സച്ചേട്ടൻ വേറൊരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കോ? ചെയ്യും മായേ. അയാൾ പ്രതികാരം വീട്ടാനാ എന്നെ കല്യാണം കഴിച്ചേ. എനിക്ക് നീ പറയുന്നതിനോട് ഒന്നും യോജിക്കാൻ കഴിയുന്നില്ല. നീ ഒരു കാര്യം ചെയ്, പിണക്കൊക്കെ മാറ്റി അങ്ങോട്ട് ചെന്നൊന്നും മിണ്ടും. എന്തായാലും ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ നിങ്ങൾ? ഒരു ശരീരവും മനസ്സും ആവേണ്ടവർ ഇങ്ങനെ പരസ്പരം ദേഷ്യം വെച്ചുകൊണ്ട് എത്ര നാളാ? പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിട്ടിനി എന്റെ പട്ടി പോവും. എപ്പോഴും ഞാനല്ലേ പോകുന്നേ. ഇനി അങ്ങനെ വരട്ടെ വേണമെങ്കിൽ. അനു ഓടി, എന്റെ പട്ടി പോവും. ഈ സച്ചു എവിടെ പോയി? എന്റെ കണ്ണേകാട്ടി നീലി, ഇങ്ങേര് എന്നെ എത്ര ദ്രോഹിച്ചാലും എനിക്ക് ഇങ്ങേരോടുള്ള ഇഷ്ടം കൂടുതലല്ലാതെ കുറയുന്നില്ലല്ലോ. ചി, നിനക്ക് നാണമില്ലേ? നാണം കേട്ട് വീണ്ടും വന്നേക്കുന്നു. എന്റെ ഫാൻസ് ഇതെങ്ങനെ സഹിക്കും? ആ, ഫാൻസിനൊക്കെ ആരെ നോക്കുന്നു? എനിക്ക് എന്റെ സച്ചു വിഷമിച്ചിരിക്കുന്നത് കാണാൻ വയ്യ. വെട്ടി വീഴുന്നു കാല. ഞാൻ ഓർത്ത് എന്നെ ഓർത്ത് പൊട്ടി പൊട്ടി കരയുവാണെന്ന്. ഛേ, തനിക്കിട്ടുള്ള പണി പുറകെ വരുന്നുണ്ടട്ടാ. പാലും വെളുത്തി തന്നെ തരാം. എനിക്ക് കിടക്കണം. കിടന്നോ? അതാ മാറാൻ പറഞ്ഞേ. ഇത് എന്റെ കട്ടില, നീ വേണമെങ്കിൽ ആ തറയിൽ പോയി കിടന്നു. പിന്നെ തറയിൽ പോയി കിടക്കാൻ മറ്റവളോട് പോയി പറ. ആ, അവളോട് ഞാൻ പറഞ്ഞേ. ആഹാ, എന്നത്തെ കട്ടിലിൽ കിടക്കുന്നത് എനിക്കൊന്ന് കാണണം. മര്യാദക്ക് നീക്കേ, ഇല്ല തന്നെ ഞാനൊന്ന് റേപ്പ് ചെയ്യും. ചെയ്തോ? ഓ മൈ ഗോഡ്, പുല്ലിനും കല്ലിനും കിടക്കുന്നില്ലല്ലോ. ചി, മ്ലേച്ഛൻ. മോന്ത വെറുപ്പിക്കാതെ വന്ന് കിടന്നു. ഓ, തന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. എന്നാ ഇറങ്ങി പോടി പട്ടി. നീ ഇവിടെ എന്തെടുക്കുവായിരുന്നു? അത് നിങ്ങൾ പിന്നെയും വഴക്കിടുവാണെ പിടിച്ചു മാറ്റാൻ. അയ്യേ, എന്റെ നാത്തൊന്നും ഇത്ര ഊടായി പോയല്ലോ. അനുമോളെ, ആരത് അനുമോളെ, ആരത്? ലേലുവല്ലോ. വാ, എന്നെ അങ്ങനെ ചവിട്ടി പുറത്താക്കി. ഇന്ന് നിന്റെ മുറി തന്നെ ശരണം. ഇതാരെ ഈ പാതിരാത്രിയില് ഉറങ്ങാനും സമ്മതിക്കില്ല. സച്ചേട്ടൻ അനു എവിടെ? അവിടെ ഉറങ്ങുക. ഈ സച്ചേട്ടനെയാണോ ഇവൾ സ്നേഹമില്ലെന്നൊക്കെ പറയുന്നത്? ഇവളൊരു പൊട്ട് തന്നെ. ഈ ഞാൻ
ഇനിയിപ്പോ രാത്രി ഞാൻ അറിയാതെ ഇങ്ങേരെന്നെ എന്നെ നശിപ്പിച്ചോ? നിങ്ങൾ എന്നെ നശിപ്പിച്ചോ? പിന്നെ എനിക്ക് അതല്ലേ പണി. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാ അത് നീ ഉറങ്ങിക്കിടക്കുമോ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം. താൻ ഇനി ഒരു കോപ്പും പറയണ്ട. എന്റെ ചാരിത്രം നശിപ്പിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നു. എടി മന്ന ബുദ്ധി, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടേ നിന്റെ ബോഡിയിൽ ഈ ഡ്രസ്സൊക്കെ ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വൃത്തികെട്ടൻ എന്തൊക്കെ പറയണേ കാമപ്രാന്തൻ. ഇതെന്തിന്റെ കഴുത്തിലൊരു പാട്? കഴുത്തില് പാടോ? എവിടെ നോക്കട്ടെ. പോടോ, താനിനി ഒന്നും പറയണ്ട. പാവ ഒരു പാൽക്കാരി പെണ്ണിനെ പിഴപ്പിച്ചിട്ട് സൂക്കേടുകാരൻ. അവിടെ നിക്കടി നോക്കട്ടെ. ആ, ഇതേതോ അലവലാതി കൊതുക് അടിച്ചതാ. പാവം കൊതുക്. ഈ ചോര പിടിച്ച് എവിടെയും പോയി ചത്തിട്ടുണ്ടോ? അത്രക്ക് കൂടിയെന്നല്ലേ. ഇവിടെ തരട്ടെ. അങ്ങനങ്ങ് പോവാതെ. ഞാനെന്നെ സ്നേഹിക്കുന്നില്ലെന്നാണല്ലോ നിന്റെ പരാതി. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഇന്ന പരാതി അങ്ങോട്ട് തീർക്കാൻ പോവാ. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഇതൊന്നും കേട്ട് ഈ ജാൻസി റാണി ആനകിയൊന്ന് തൊടാ. അമ്മ ആ, ഇപ്പൊ കാണാനൊക്കെ ഒരു രസമുണ്ട്. ഇനി ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പരാതി പറയരുത്. എടാ കാലമഴ എന്തായാലും തന്നു. അത് വല്ല കാണാത്തിടത്തും തന്നിരുന്നേ. ഇനി ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? തനിക്ക് ഇതിനെ ഞാൻ പണി തന്നിരിക്കും. താഴെ മുളകൂടി എവിടെ? താനേ ഇന്ന് എങ്ങനെ ഫുഡ് കഴിക്കുന്നു എനിക്കൊന്ന് കാണണം. മോളെ, നിന്റെ കഴുത്തിൽ എന്തു പറ്റി? ചുവന്ന് കിടക്കുന്നുണ്ടല്ലോ. അതച്ച ശരിയാണല്ലോ. അനു, ഇതെന്തായി കാണണേ? നിന്നെ പിന്നെയും ചോരത്തോളം കടിച്ച? അത് ഒരു കൊതുക് കടിച്ചതാച്ചാ. വല്ലാതെ ചുവന്ന് കിടക്കുന്നു. ഓയിൽമെന്റ് എന്തെങ്കിലും ഉണ്ടേ കമലാമ്മയോട് ചോദിച്ച് വാങ്ങി പോരട്ടെ. സച്ചിൻ, നീ ഇതൊന്നും കണ്ടില്ലേ? ഇല്ലച്ചാ, ഞാൻ ഉറങ്ങിപ്പോയി. വല്ലാതെ ഉറങ്ങുമല്ലോ നിങ്ങൾ, കള്ളപ്പുള്ളി നുണയൻ. ഓ, കമലാമ്മ ആക്കി ചിരിക്കുന്നത് കണ്ടാൽ അറിയാം മനുഷ്യൻ നാണം കെട്ടു. നീ ഇതിലെന്തെങ്കിലും ചേർത്തിട്ടോ? കുറച്ച് ഉപ്പ്, കുറച്ച് പാവക്കനീര്, പിന്നെ മുളക് പൊടി, ഇത്ര ചേർത്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പോ ഒരു ഷോ ഇറക്കാനാ പൊന്നു മോന്റെ വിചാരമെങ്കിൽ അത് 8 മടക്കി പോക്കറ്റിലിട്ടോ. അച്ഛൻ എന്നെ പൂർണ്ണ വിശ്വാസ. വിശാശ്, ഇതെങ്ങനെ ഞാൻ തിന്നു തീർക്കും? എന്താ മോളെ, എന്തു പറ്റി? അത് കഴിക്കുന്നതിനിടക്ക് അറിയാതെ നാക്ക് കടിച്ചതാച്ചാ. പതിയെ തിന്നൂടെ? നിനക്ക് തിന്നാനുള്ളതല്ലേ ആ പ്ലേറ്റിലുള്ളത്. ഇത്ര ആക്രാന്തം എന്തിനാ? വൃത്തികേട് കാണിച്ച് കൂട്ടിയതും പോരാ, എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തത് കണ്ടില്ലേ? ഒരു കൊലക്ക കിട്ടിയതിന് ഇങ്ങയുടെ തലതല്ലി പൊളിക്കായിരുന്നു. സച്ചി, മതി. മോള് കഴിക്കേ. അവൻ പറഞ്ഞതൊന്നും കേട്ട് വിഷമിക്കണ്ട. അതിനാര് വിഷമിക്കുന്നു? ഈ പൊട്ടം പറയുന്നതൊക്കെ കേട്ട് വിഷമിച്ചാ പിന്നെ അതിന് എനിക്ക് സമയം കാണും. നാശം. ഇവന്റെ കൈ ഇപ്പോൾ എന്റെ വയറിലാണ്. കോപ്പ് ആരും കാണല്ലേ? അയ്യോ, എന്റെ ഇഡലി താഴെ പോയി. താഴെ പോയാലും കുഴപ്പമില്ല, എന്റെ ഇഡലിയെ നിന്നെ ഞാൻ വിട്ടു കളയൂല. അയ്യേ, ഇതെന്താണിത്? കിന്നാര തുമ്പികളാ? എടി ഭയങ്കരി. അയ്യേ, രണ്ടിന്റെ മുഖത്ത് എന്തേലും വാവുണ്ടോ നോക്ക്. ഓ, ഇതൊക്കെ കാണാനാണോ ദേവി നീ എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ? അയ്യോ, എന്റെ ഇഡലി കിട്ടുന്നില്ലല്ലോ. അയ്യോ, ഇഡലി കിട്ടുന്നില്ലല്ലോ. ഇഡലി കിട്ടുന്നില്ല. വിടുന്ന ലക്ഷണമില്ലല്ലോ. മാന്ത, അല്ലാതെ വേറെ വഴിയില്ല. ആ, എന്താടാ?
ഒന്നുമില്ല. അല്ല, നീ ഇതുവരെ കഴിക്കാൻ തുടങ്ങിയില്ലേ? ചോറ് പ്ലേറ്റിൽ വിളപ്പിയതുപോലെ തന്നെ ഉണ്ടല്ലോ. എനിക്കെന്താ വിശപ്പില്ല. നീ പറഞ്ഞിട്ടല്ലേ കമലാമ്മ നിനക്ക് വേണ്ടി രാവിലെ തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഉണ്ടായിരുന്ന വിശപ്പ് ഇപ്പൊ ഇവിടെ പോയി. എന്തായാലും നീ ഇത് മുഴുവൻ കഴിച്ചിട്ട് എണീറ്റാ മതി. ശരിയാ, സച്ചുവിന് വേണ്ടി കമലാമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അപ്പൊ ഇത് കഴിച്ചില്ലേ കമലാമ്മക്ക് വിഷമമാകില്ലേ? പതിയെ കഴിക്കടാ, നിനക്കുള്ളത് തന്നെയാ, ആരും കൊണ്ടുപോയില്ല. ഓഹോ, എന്റെ കുരങ്ങൻ ഭർത്താവായിരുന്നു. എന്തിനാ നീ എന്നെ ചവിട്ടി? എനിക്ക് ചവിട്ടാൻ തോന്നി, ഞാൻ ചവിട്ടി. അങ്ങനെ നിനക്ക് തോന്നുന്ന വിധം ചവിട്ടി കളിക്കാനുള്ളതല്ല ഞാൻ. പിന്നെ നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത് രാജ്ഞിയായിട്ട് വാഴിക്കാനാണെന്ന് വിചാരിച്ചോ? ഞാൻ പലതും വിചാരിക്കും, അതൊക്കെ നടപ്പിലാക്കാനും എനിക്കറിയാം. ആഹാ, അതൊന്ന് കാണണമല്ലോ. നിന്റെ സ്ഥാനം ദേ അവിടെയാ. അപ്പൊ ഇനി മുതൽ അവിടെ കിടന്നാ മതി. ഓ, ഉറക്കം വന്നിട്ട് വയ്യ. തറയെങ്കിൽ തറ. തലണ കൊണ്ട് ഇവനെ അങ്ങ് തട്ടിയാലോ? വേണ്ട, ജയിലിൽ പോയി ഗോതമ്പട തിന്നണം. എനിക്ക് വയ്യ. തൽക്കാലം നീ രക്ഷപ്പെട്ടു സച്ചിന്റെ. ഓ, ഇന്ന് കോളേജില്ലാത്ത കൊണ്ട് സുഖമായി. ഒന്ന് നീണ്ടു നിവർന്ന് ഉറങ്ങണം. എടീ, എനിക്കിത് സഹിക്കാൻ മേല. നീയും നിന്റെ കെട്ടിയോനും കൂടി കാണിച്ചു കൂട്ടുന്ന ലീലാവിലാസങ്ങൾ. ലീലാവിലാസങ്ങളോ? ആ, അതന്നെ. ഇന്നലെ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ വെച്ച് എന്താ നടന്നെന്ന് എനിക്കറിയാം. എടി, പതിയെ പറ. ഇത് നീ വിചാരിക്കും പോലെ നല്ല അല്ലേ? പിന്നെ ഞാൻ കണ്ടത് എന്ത് തേങ്ങയാ? സച്ചേട്ടന്റെ കൈയല്ലേ ഇടി നിന്റെ? ഛേ, കന്യകയായി ഞാൻ അതെങ്ങനെ പറയും? മായ മോളെ, ഞാൻ ജീവേട്ടനെ വളക്കാനിരിക്കുവായിരുന്നു. അപ്പോഴാണ് നീ നാറാണത്ത് ഭ്രാന്തി വന്ന് അയാളുടെ ഹൃദയം അടിച്ചു മാറ്റി കളഞ്ഞത്. എടി, ഇപ്പൊ ജപ്പാനിലൊക്കെ പോയാ നമുക്ക് ഒരു ദിവസം കിടന്ന് കരഞ്ഞ വിഷമങ്ങളൊക്കെ പറയാൻ വണ്ടിയിൽ അവറിന് കിട്ടോടി. ആണോ? എന്നാ നീ കുറച്ച് കാശ് സച്ചേട്ടന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി താടി. ജപ്പാൻകാരനെങ്കിൽ ജപ്പാൻകാരൻ. ദേടി കൂർത്തി വന്നിരിക്കുന്നു. ഇവളെ ഈ സച്ചേട്ടൻ അടിച്ചു പിടിച്ച് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞത്. നീ എന്താ ഇവിടെ? നിന്നോട് ഇവിടെ വരരുതെന്ന് സച്ചി പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ സച്ചുവേട്ടനാവുന്നതിന് മുന്നേ അയാൾ എന്റെ സച്ചിനായിരുന്നു. പറട്ടെ, നിന്റെ ആരായിരുന്നു എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഗോഡൌണിൽ നിന്ന് നിന്നെ മറ്റവനെ കൂടി പൊക്കിയപ്പോ നീ എന്തിനാ ഡീനാമേച്ചി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഞാൻ പോവാം, ബട്ട് പോകുന്നതിന് മുന്നേ നിന്റെ സച്ചുവേട്ടന്റെ റിയൽ ഫേസ് കാണിച്ചു തരണമെന്ന് തോന്നി. നീ അയാൾക്ക് ആരുമല്ല, വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം കെട്ടിയവൾ. അയാൾ ഇപ്പോഴും, അയാളുടെ മനസ്സിപ്പോഴും അയാളുടെ ഫസ്റ്റ് ലവിൽ തന്നെയാണ്, ഐശ്വര്യ എന്ന ഐശുവിൻ്റെ ഒപ്പം. നീ എത്ര കിടന്ന് തലകുത്തി പറഞ്ഞാലും അത് അങ്ങനെ വരും. നീ പോടി, അങ്ങേരുടെ മനസ്സിന്റെ അകത്ത് കുത്തിരിപ്പാണോ നിനക്ക് പണി? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ പോയി നോക്കടി, നിന്റെ സച്ചു ഓഫീസിൽ എല്ലാ ദിവസവും പോയിരുന്ന് എന്താ ചെയ്യുന്നേന്ന്. അപ്പോ ബൈ. അനുമോളെ, അവൾക്ക് പ്രാന്ത. നീ കാര്യമൊക്കെ ഉണ്ടാവും. ഇല്ല മായേ, ഇവൾ ഇത്രയൊക്കെ കിടന്ന് തുള്ളണമെങ്കിൽ അതിലെന്തെങ്കിലും ഇല്ലാതിരിക്കില്ല. ഞാനൊന്ന് പോയിട്ട് വരാം. ഓഹോ, അപ്പൊ താൻ ഡെയിലി നിലത്ത് നിൽക്കാതെ ഓഫീസിലേക്ക് ഓടുന്നത് ഈ ശവത്തിന്റെ ഫേസ് നോക്കി ആസ്വദിക്കാനാണല്ലേ? നീ എന്താ ഇവിടെ? ഞാൻ ചോദിച്ചതിന് ഉത്തരം താ. ഇതെനിക്കറിയില്ല. ഇത് മതി, കുറേയായി തന്റെ കള്ളത്തരങ്ങൾ ഇന്ന് കൈയോടെ പിടിച്ചിന്. അനിക, നീ വെറുതെ കാര്യം അറിയാതെ. എനിക്കറിയില്ല ഐശുന്റെ പിക്ക്. സച്ചി, നോ, ഐ ആം ഓൾ റൈറ്റ്. മിണ്ടി പോകരുത്.
നിന്റെ വായിൽ നിന്ന് അവളുടെ പേര് ഇനി ഞാൻ കേൾക്കാനിടയായ ചിലപ്പോ ഞാൻ നിന്നെ കൊന്നു കളഞ്ഞെന്ന് വരും. മനസ്സിലായോ? അഭി, പുറത്തോട്ട് പോ. ഓക്കെ. എന്താ നിന്റെ പ്രശ്നം? പറ.